നമ്മളെല്ലാവരും വ്യത്യസ്തപരമായിട്ടുള്ള ഒരുപാട് കീബോർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്ന കീബോർഡുകളും അതുപോലെ തന്നെ നമുക്ക് ഇമോജികൾ ആഡ് ചെയ്യാൻ സാധിക്കുന്ന കീബോർഡുകളും അതുപോലെ തന്നെ വ്യത്യസ്ത ലാംഗ്വേജുകൾ അതായത് ഹിന്ദി അറബിക്കിനൊക്കെ വേണ്ടി പ്രത്യേകം കീബോർഡുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഏറ്റവും യൂസ്ഫുള്ളായിട്ട് ഏറ്റവും കൂടുതൽ ആൾ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ടിപ്സുകൾ അടങ്ങിയിട്ടുള്ള ഒരു കീബോർഡാണ് ഗൂഗിളിൻ്റെ Gboard എന്നുള്ള കീബോർഡ്. അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ Gboard എന്നുള്ള കീബോർഡിനകത്തുള്ള 4 കിടിലൻ ടിപ്സുകളാണ്. നമുക്കത് എന്തൊക്കെയെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഈ ഒരു ആപ്പ് അതായത് ഈ ഒരു കീബോർഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഗൂഗിൾ Gboard എന്നടിച്ചാലും നിങ്ങൾക്ക് കീബോർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് സാധാരണ കീബോർഡ് കാണുന്ന പോലെ തന്നെയാണ് ഇതാണ് അതിൻ്റെ കീബോർഡ്. അപ്പോൾ ഈ ഒരു കീബോർഡിൻ്റെ ടിപ്സുകൾ പരിശോധിക്കുന്ന മുമ്പായി കൂടുതൽ ടെക്നോളജി അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഫേസ്ബുക്കിൻ്റെ ലിങ്കും വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവരും ഫോളോ ചെയ്യാം. അപ്പോൾ എന്താണ് നമുക്ക് കീബോർഡിനകത്തുള്ള ആ 4 ടിപ്സ് എന്ന് നോക്കാം. ഈ കീബോർഡിനകത്ത് നമുക്ക് മലയാളം ആഡ് ചെയ്ത് കൊടുക്കാൻ എല്ലാവർക്കും അറിയുന്നതാണ്. അറിയാത്ത ആളുകളുണ്ടെങ്കിൽ കീബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡിൻ്റെ ഏറ്റവും മുകളിലുള്ള ഈ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ലാംഗ്വേജ് ഏത് ലാംഗ്വേജാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഇത്തരത്തിൽ ഇപ്പോൾ ഇവിടെ ഞാനിവിടെ മലയാളം ഇംഗ്ലീഷും അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഇതൊക്കെ കീബോർഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കീബോർഡ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് ചില ആളുകൾക്ക്. വളരെ സിമ്പിളായിട്ട് എങ്ങനെ കീബോർഡ് ചേഞ്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി താഴെ കാണുന്ന ഭാഗത്ത് ഇവിടെ നിങ്ങൾക്കൊരു റൗണ്ട് ചിഹ്നം കാണും. നിങ്ങൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ കീബോർഡ് ഇവിടെ മാറുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷിലേക്ക് മാറിയിട്ടുണ്ട്. ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ മലയാളം ഫോണ്ട് വന്നിട്ടുണ്ട്. വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മലയാളത്തിൽ ഹാൻഡ് റൈറ്റിങ്ങിലൂടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്ന കീബോർഡ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷിലോട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾ എത്ര ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ടുണ്ടോ ആ ലാംഗ്വേജിലേക്കൊക്കെ ഇത് ഓരോന്നും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫോണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ ടിപ്സ്. രണ്ടാമത്തെ ടിപ്സ്, നമ്മൾ ഒരുപാട് കാര്യം ഇതുപോലെ ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങൾ ടൈപ്പ് ചെയ്ത മെസ്സേജുകൾക്കിടയിൽ ഏതെങ്കിലും ഒരു വേർഡ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ അവിടെ കൊണ്ടുപോയി വെക്കും. പലപ്പോഴും അത് കൃത്യമായി നമുക്കത് സെലക്ട് ചെയ്ത് വെക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഈ കഴ്സർ പിടിച്ചുകൊണ്ട് ഇതുപോലെ കൊണ്ടുപോയി നിങ്ങൾക്ക് മുകളിലായിട്ട് അതിൻ്റെ ലെൻസ് കാണാൻ സാധിക്കും. ഏത് വേർഡിനടുത്താണോ നിങ്ങൾക്ക് ഈ കഴ്സർ വെക്കേണ്ടതെങ്കിൽ ആ ഒരു സ്ഥലത്ത് കൃത്യമായി വെച്ചുകൊണ്ട് അവിടെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു വേർഡ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു വാക്ക് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ ഇവിടെ 3 ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇതുപോലൊരു ഓപ്ഷൻ കാണും, ടെക്സ്റ്റ് എഡിറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ. അത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ നിങ്ങൾ വലത് ഭാഗത്തേക്ക് ഈ കഴ്സർ കൊണ്ടുപോകാനാണെങ്കിൽ ഈ വലത് ഭാഗത്തേക്കുള്ള ആരോ മാർക്ക് ഇതുപോലെ ക്ലിക്ക് കഴിഞ്ഞാൽ ഓരോ അക്ഷരങ്ങൾക്കിടയിലൂടെ ഈ കഴ്സർ നീങ്ങുന്നത് കാണാൻ സാധിക്കും. ഇനി ഇടത് ഭാഗത്തേക്കാണെങ്കിൽ ഇടത് ഭാഗത്തേക്കുള്ള ആരോ മാർക്ക് ക്ലിക്ക് കൊടുക്കുക. മുകളിലോട്ടുള്ള സ്റ്റെപ്പാണെങ്കിൽ മുകളിൽ ക്ലിക്ക് ചെയ്ത് വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ ഭാഗത്തേക്കാണെങ്കിൽ താഴെ ഭാഗത്തുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന ഭാഗത്ത് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി എന്തെങ്കിലും കൂടുതൽ ഭാഗങ്ങൾ ഇതിനകത്ത് പേസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കോപ്പി ചെയ്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പേസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കഴ്സർ വെക്കുന്നിടത്തത് പേസ്റ്റ് ചെയ്യാനും, ഇനി അതല്ലെങ്കിൽ ഓൾ സെലക്ട് കൊടുക്കാൻ ഇതുപോലെ ഓൾ സെലക്ട് കൊടുത്ത് വേണമെങ്കിൽ കോപ്പി പേസ്റ്റ് കട്ട് ചെയ്യാനുള്ള സൗകര്യം ഇതിനകത്ത് ലഭ്യമാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ട്രാൻസ്ലേറ്റിൻ്റെ ചിഹ്നം കാണും. നമ്മളിവിടെ ട്രാൻസ്ലേറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏത് ലാംഗ്വേജിൽ നിന്ന് ഏത് ലാംഗ്വേജാണോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു മെസ്സേജ് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ മലയാളം ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മലയാളം ഉണ്ട്, ഇവിടെ രണ്ടാമതായിട്ട് ഇംഗ്ലീഷും ഉണ്ട്. അതായത് മലയാളം ടൈപ്പ് ചെയ്ത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഞാനിവിടെ മലയാളത്തിലേക്ക് കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുകയാണ്. ഉദാഹരണത്തിന് ഞാൻ പോകുന്നു എന്നിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ട്രാൻസ്ലേറ്റ് ഇവിടെ ഇംഗ്ലീഷിലോട്ട് മാറിയിട്ടുണ്ട്. ഐ ആം ഗോയിങ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഹിന്ദി, അറബി, ഇംഗ്ലീഷ് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഏതിലേക്കാണോ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് വേണ്ടതെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷാണ് വേണ്ടതെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് ഇവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് ലാംഗ്വേജിലേക്കാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ മലയാളം ഇവിടെ വെച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്കത് അതിൻ്റെ ട്രാൻസ്ലേറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് രാജ്യക്കാരുമായിട്ട് ചാറ്റ് ചെയ്യാൻ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ ഒരു സെറ്റിങ്സ് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വോയിസിൻ്റെ ഒരു ചിഹ്നം കാണും. അതായത് വാട്സപ്പിലൊക്കെ ആണെങ്കിൽ വാട്സപ്പിൻ്റെ തൊട്ട് താഴെയായിട്ട് മറ്റൊരു വോയിസിൻ്റെ ചിഹ്നം കാണും, അതായത് കീബോർഡിൻ്റെ വോയിസ് ചിഹ്നം. അപ്പോൾ നമ്മൾ ഈ വോയിസ് ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏത് ലാംഗ്വേജാണോ വേണ്ടെങ്കിൽ ആ കീബോർഡ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാം. ശേഷം ഈ വോയിസ് ചിഹ്നത്തിലൊന്ന് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഏത് കാര്യവും ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ടൈപ്പ് ചെയ്ത് തരുന്നതാണ്.
കാണാൻ സാധിക്കും. നമ്മൾ മെസ്സേജ് ചെയ്ത് അതേ മെസ്സേജ് ഇതായി നമ്മൾ പറയുന്ന ഏത് കാര്യം ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ടൈപ്പ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താണോ പൂർത്തിയായി പറയുന്ന ആ കാര്യം ഇവിടെ നമുക്ക് ട്രാൻസ്ലേറ്റ്, അത് നമുക്ക് പലപ്പോഴും നമ്മൾ യാത്രയിലോ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഈ വോയിസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പറയേണ്ട കാര്യം കൃത്യമായി പറഞ്ഞു കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായി ഇത് ടൈപ്പ് ചെയ്ത് തരും. നിങ്ങൾ പറയുന്ന വോയിസ് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ വാട്സപ്പിലാണെങ്കിലും മെസ്സഞ്ചറിലാണെങ്കിലും മറ്റേത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമ്മൾ അവസാനമായിട്ട് പരിശോധിക്കുന്നത് ഫ്ലോട്ടിംഗ് സംവിധാനം. പ്രത്യേകിച്ച് നമ്മൾ വാട്സപ്പിലൊക്കെ ആരോടെങ്കിലൊക്കെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് മറച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ തൊട്ടടുത്തൊരു സുഹൃത്ത് ഇരിക്കുന്നുണ്ട്, ആ സുഹൃത്ത് കാണാതെ നമുക്ക് നമ്മൾ ചാറ്റ് ചെയ്യുന്നത് മറച്ചു വെക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഫ്ലോട്ടിംഗ് എന്ന് കാണും. ഈ ഫ്ലോട്ടിംഗ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡ് ഇതാ ഫ്ലോട്ടിങ്ങിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചാറ്റ് ചെയ്യുന്നത് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ മുകളിലാണ് കീബോർഡ് വെച്ചിരിക്കുന്നത്, ഞാൻ ഇവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യണം. താഴെ ഭാഗത്ത് ടൈപ്പിംഗ് നടക്കുന്നുണ്ട്, ചാറ്റിംഗ് മെസ്സേജ് ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ഈ താഴെ ഭാഗത്തുള്ള ആരോമാർക്ക് പിടിച്ചുകൊണ്ട് ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മറച്ചു വെക്കാൻ സാധിക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉയർത്തി നോക്കാം, വേണമെങ്കിൽ താഴ്ത്തി വീണ്ടും ഇവിടെ വെച്ച് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കാം. അയാളുടെ മെസ്സേജ് വരുമ്പോൾ ഇവിടെ മറച്ചുകൊണ്ട് അത് വായിച്ച് നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കറിയാതെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഫ്ലോട്ടിംഗ് കീബോർഡ് ഉപയോഗിച്ച് മറച്ച് പിടിച്ചുകൊണ്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് ഈ കീബോർഡിൻ്റെ വലിപ്പം കൂട്ടാനും ചെറുതാക്കാനൊക്കെ സാധിക്കും. ഇവിടെ ഈ ഏറ്റവും താഴെ ഭാഗത്തുള്ള ഈ സർക്കിൾ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കീബോർഡ് ചെറുതാക്കാനും വലുതാക്കാനൊക്കെ സാധിക്കുകയും ചെയ്യും. ഇനി ഒരു കീബോർഡ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കീബോർഡ് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതി, നിങ്ങൾക്ക് സാധാരണ കീബോർഡ് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ കീബോർഡിനകത്ത് പരിശോധിച്ച 4 ട്രിക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.